സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദെൻ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. കുറച്ച് മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ആൻഡ് എസ്പെഷ്യലി ഫോർ ദ ബിഷപ്പ് നോബൽ, ഹോപ്പ് യു ഡൂയിങ് ഗുഡ്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചൻ്റെ പിറകെ പോകരുതെന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് സുധി എന്ന് പറയുന്ന സോള് കിച്ചുവിന്റെ കൂടെ ഉണ്ട്. സോ കിച്ചുവിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സോ വാട്ട് എവർ ഹീസ് ഡൂയിങ് റൈറ്റ് ഓർ റോങ്, യു ആർ നോ വൺ ടു ജഡ്ജ് ഹിം. ആർക്കും അവനെന്നല്ല ആരെയും ഭൂമിയിലെ ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഗവൺമെന്റ് തന്നിട്ടുണ്ടോ? പിന്നെ മാഡം റൂഹി എന്ന് കണ്ടല്ലേ ഇവരുടെ പേര്? അപ്പോൾ എനിക്കൊരാൾ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന സുധി കിച്ചുവിൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇത്ര കോൺഫിഡൻസോടെ പറയാനുള്ള കാര്യം? ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ സുധി എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ഇവനുമായിട്ട് മിണ്ടിയിട്ടില്ലായിരുന്നു, ഈ പറയുന്ന കിച്ചുവായിട്ട്. അത് കിച്ചുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനുമായിട്ട് ചെറിയൊരു ഇത് നിൽക്കുമായിരുന്നു. ആ സുധി, ആ കാര്യം എന്താണ്, മാറ്റർ എന്താണെന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. ആ സുധി എന്തായാലും ഉറപ്പായിട്ടും ഈ പറയുന്നവൻ്റെ കൂടെ കാണൂല. അത് 100% ഉറപ്പാണ്. അവൻ്റെ കൂടെ കാണൂല, അവൻ്റെ കൂടെ ഒരിക്കലും അത് കാണത്തില്ല. അത് ഉറപ്പാണ്, 100% എഴുതി ഒപ്പിട്ട് തരാം. കാരണം അതുപോലത്തെ ഒരു വിഷയമായതുകൊണ്ട് അവൻ്റെ കൂടെ എന്തായാലും കാണത്തില്ല. നീയൊക്കെ ഓരോന്നൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പം മുക്കും മൂലയില്ലാത്ത രീതിയിൽ കഥകൾ കൊണ്ടുവന്ന് കാണുമ്പോൾ എനിക്ക് പുച്ഛം വരുവാണ്. പിന്നെ ഇതേ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ കാണുമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ചു പോകാം. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ആദ്യം സ്വർണ്ണക്കടത്ത്, അത് കഴിഞ്ഞപ്പോൾ ദേ അടക്കുന്നു ഇത്. ഇനി എന്തൊക്കെ കഥകൾ കേൾക്കണം? ഓക്കെ, എവിടെ നിന്ന് കുട്ടിയും പറിച്ചു വരുന്നു എൻ്റെ പൊന്നോ. എനിക്ക് ഒരു പക്ഷേ ഇതെല്ലാം ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സുധി എന്തായാലും അവൻ്റെ കൂടെ കാണൂല. അത് വേറെ കാര്യം. ഇവിടെ ഇപ്പം അച്ഛനാണ് വിഷയം. നോബൽ ഫിലിപ്പിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് നേരത്തെ ഈ പറയുന്ന രേണുസുധിയെ കുറിച്ച് പറയുന്നതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാം അടുത്ത് പുറത്തു വിടുന്നുണ്ട്. കാരണം കൊച്ചനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ യൂട്യൂബേഴ്സിന് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. കാരണം അവനെ കൺട്രോൾ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ BB പോലുള്ളവരൊക്കെ അവനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇന്ന് കേരളത്തിൽ രേണുസുധിയെക്കാളും എന്താ പറയണ്ടേ, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വ്യൂസും റീച്ചും എല്ലാം കിട്ടും. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്താ പറയണ്ടേ, ചില കള്ളങ്ങൾ, ചില ചെയ്ത് കൂട്ടിയ കുറേ തെറ്റുകളും കാര്യങ്ങളും എല്ലാം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന തൊട്ട് ഈ കള്ള് കഞ്ചാവ് ഐറ്റങ്ങളും അതൊന്നും ഇവിടെ വിഷയമല്ല. അന്ന് അവൻ അതിൻ്റെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. നമ്മളെല്ലാവരും അവനെ ക്ഷമിച്ചു വിട്ടേ. ഞാൻ അവനോട് ഇച്ചിരി ഇതായിട്ടാണ് സംസാരിച്ചിട്ടുള്ളൂ. അത് വേറൊരു മാറ്റർ ഉണ്ട്. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒറ്റൊരു കാര്യം. ആ ഒരു വിഷയത്തിൽ എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറേ ആൾക്കാർക്കൊക്കെ അറിയാം. അവരെന്നിട്ട് പിന്നെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ആ ഒരു ഇത് ചെയ്ത ഒരു വ്യക്തിയുടെ കൂടെ എന്തായാലും ഈ പറയുന്ന സുധി എന്തായാലും കാണൂല. അത് 100% ഉറപ്പാണ്. നിങ്ങൾ ഒപ്പിട്ട് വെച്ചോ. അതൊക്കെ എന്തെങ്കിലും ഒരു നാൾ അത് പുറത്തു വരും. അല്ല, ഇപ്പം അവൻ്റെ ഭാവി വെച്ചൊക്കെ നോക്കുമ്പോൾ അവൻ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ വരാതിരിക്കട്ടെ, എങ്ങനെയെങ്കിലും പോട്ടെ. എനിക്കിവിടെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലുള്ളവർ ഇത് തന്നെയാണല്ലോ നിരന്തരം ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. എന്തോന്നറിയാം കുറ്റിയും പറപ്പിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ഇരുന്ന് പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട ഒരു മര്യാദ പോലും ഇവിടെ ഒരാൾക്കാരും കൊടുക്കുന്നില്ല. ഒരു മനുഷ്യരും ഇവിടെ കൊടുക്കുന്നില്ലെന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് വന്നിട്ട് അവർ ഒരു വീഡിയോ ഇടുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയണേ, വയ്യെങ്കിൽ വീഡിയോ ഇടരുത്. പിന്നെ അവരെങ്ങനെ വരും? ചില ആൾക്കാർക്ക് പറഞ്ഞാൽ കേട്ടതാ, വീഡിയോ ചെയ്യാതിരിക്കൂ. നിങ്ങൾക്കിപ്പോൾ കീമോ ചെയ്തതാണ്, നിങ്ങളത് ചെയ്യാതിരിക്കും. പിന്നെ വരുമാനം ഇവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കൂ. അവർക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. അവർ യൂട്യൂബിൽ നിന്ന് ഇടുന്നതിൻ്റെ വരുമാനം കൊണ്ടാണ് അവർ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് വീണ്ടും വയ്യാതായി. ഇന്നലെ മുതൽ പിച്ചും പയ്യും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്ത്. അതാണ് ഇവരുടെ രീതി. ചില ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചുമ്മാ കടന്നിട്ട് എന്തൊക്കെയോ കടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. കണ്ടന്റിന് വേണ്ടി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നത് കോപ്രായമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുത്തി വന്നിട്ട് എന്തൊക്കെയാണ് കടന്ന് പറയുന്നത്, അത് പൊക്കിക്കൊണ്ട് പോകാൻ കുറേ ആൾക്കാരുണ്ട്. അത് വിശ്വസിക്കുന്ന കുറേ അന്തം ഫാൻസുകാരുണ്ട്. കഷ്ടം തന്നെ. ബിഷപ്പ് കുറെ കാര്യങ്ങൾ പറയാത്തതുണ്ട്. രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബിഷപ്പിനെതിരെ സംസാരിക്കുന്ന ചില സ്ത്രീകൾ ബിഷപ്പിന്റെ അടുത്ത്, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞ അതിനേക്കാളും കോമഡിയാണ് കേട്ടാ. ബിഷപ്പിന്റെ ലൈഫ് ബിഫോർ യു ബിക്കം ബിഷപ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്
യു നോ വെരി വെൽ യുവർ സെൽഫ്. അതൊക്കെ ഹൈഡ് ചെയ്തിട്ട് എല്ലാവരുടെ മുമ്പിലും ഇപ്പം ബിഷപ്പ് നോബലായിട്ട് ലൈഫ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുന്ന ഒരു പവർ മുകളിലുണ്ട്. യു നോ ദാറ്റ് റൈറ്റ്? ആ പവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും എൻ്റെ പൊന്നു ജൂഹിയോ റൂഹിയോ എന്തോ ആയിക്കോട്ടെ, നീയും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സത്യസന്ധമായിട്ട് പറയാം. എന്തായാലും വരാനുള്ളത് വഴി തങ്ങത്തില്ല, അത് 100% ഉറപ്പാണ്. വരാനുള്ളത് മോളെ നിനക്ക് വഴി തങ്ങൂല. നീ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ആൾക്കാരെ വെറും ഇതിപ്പോൾ മന്ത്രം തന്ത്രം തിന്ത്രം ഒക്കെ ആയി പോകാനുള്ളത് ഈ രേണുസുധിയുടെ കേസ് കേട്ട്. സത്യം പറയാലോ, ഒരു ബാലരമയിലെ ഒരു സ്റ്റോറി ആക്കി കഴിഞ്ഞാൽ ഒരു 30 വർഷം പോകാനുള്ള കണ്ടന്റ് ഉണ്ട്. 30 വർഷത്തേക്ക് ബാലരമ വീണ്ടും തിരിച്ചു വരണം. രേണുസുധിയുടെയും കൂടെ കഥ തുടങ്ങണം തുടക്കം മുതൽ. അവസാനം ഈ പ്രേതവും ഭൂതവും പിശാചും ഇല്ലാത്ത കാര്യങ്ങളില്ലല്ലോ ഈശ്വര. എന്തോന്നാണ് ഇത്? എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നേ? എന്തോ ഈ പറയുന്നത്? അയ്യോ എടാ, അവര് വേണ്ടേ സെക്കൻഡ് കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഉള്ളൂ. 5-6 ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇട്ടപ്പം അതും എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ ചെയ്യല്ലേ, അങ്ങനെ കുറെ എണ്ണം. എൻ്റെ പൊന്നോ, ഒരു ഉളുപ്പ് വേണ്ടേ? പറയുന്ന ഓരോ വ്യക്തിയുടെ ഓരോ കാര്യങ്ങളൊക്കെ കോമഡി വരികയാണ്. അവർ പിന്നെ വീഡിയോ ഇട്ടല്ലേ അവർക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടത്തുള്ളൂ. ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ പോലും ഈ ലെവലിലോട്ട് കൊണ്ടുപോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഈ ഭൂമിയിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് എസ്പെഷ്യലി ഞാൻ കിച്ചുവിന്റെ കാര്യം ഫ്രം മൈ സൈഡ് ഇഫ് ഐ ആം ടെല്ലിംഗ് ദാറ്റ് ബിക്കോസ് ഐ ആം ഗെറ്റിംഗ് ദ മെസ്സേജസ് ഫ്രം ദാറ്റ് സോൾ. അതുകൊണ്ടാണ് സുധിയുടെ സോൾ ഓൾവേസ് കിച്ചുവിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞ പോലെ കിച്ചുവിന്റെ ഗാർഡിയൻ ഏഞ്ചൽ ആരാണെന്ന് ചോദിച്ചാൽ he can think it's very clear that it is his own father സുധിയാണ്. അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രേണു എന്നാണോ കിച്ചുവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തീർന്നത്, അന്ന് രേണുവിന് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ലൈഫ് വരാൻ തുടങ്ങി. രേണു എന്നാണോ ഓപ്പോസിറ്റ് ആയെന്ന് പറഞ്ഞാൽ അത് സുധി ഉള്ളപ്പോൾ തന്നെയാണ് ആയത്. അതും കൂടെ രൂഹി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് രൂഹിയുടെ സർക്കിളുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അത് സുധി ഉള്ളപ്പോൾ തന്നെ ആയിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ളൊരു കാര്യം. സുധി ഉള്ളപ്പോൾ തന്നെയുള്ള സംഭവങ്ങളാണ് അതൊക്കെ. സുധിക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പറഞ്ഞു മനസ്സിലായോ? സുധി മിണ്ടാറ് പോലും ഇല്ലായിരുന്നു. ആ സുധിയാണോ നിങ്ങൾ ഈ പറയുന്നത് അവൻ്റെ കൂടെ ഉണ്ടോ എന്ന് പറയുന്നത്? നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇവിടെ ഞാനൊരു കാര്യം തുറന്ന് പറയാം. എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. ഞാനുള്ള കാര്യം പറയാം. നേരെ വാ നേരെ പോ. എൻ്റെ ഒരു സംസാരം അങ്ങനെയാണ്. ഉള്ള കാര്യം ഉള്ള പോലെ തുറന്ന് പറയും. അത് ആരുടെ മുഖത്താണെങ്കിലും പറയും. ചില ആൾക്കാരൊക്കെ കള്ളലക്ഷണം കണ്ടാലാണെങ്കിലും ഞാൻ ആ പച്ചയ്ക്ക് പറയും, മുഖത്ത് നോക്കി പറയും, ഒരു മടിയില്ലാതെ. എൻ്റെ ഒരു ശീലം അങ്ങനെ. നിങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാർ വന്നിട്ട് വെറും വിവരക്കേടാ വിളിച്ച് പറയുന്നത്. സുധിയുടെ ഇതുണ്ട് മറ്റേതുണ്ട് മറിച്ചുണ്ടെന്നും പറഞ്ഞിട്ട് എന്തോ ഇത് ഒരു വിവരം വേണ്ടേ? ഞാൻ പറയാം, ഒരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ സുധി ഒരിക്കലും അവൻ്റെ കൂടെ കാണൂല. ഉറപ്പാണ് മുത്തേ. എഴുതി ഒപ്പിട്ട് വെച്ചോ. നീ ഒപ്പിട്ട് വെച്ചോ. സോൾ പവർ എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങളല്ല. They can give and they can take everything. So അങ്ങനെ ഒരു പവർ സുധിക്കുമുണ്ട്. സുധി is a good soul. He is also an angelic soul. എനിക്ക് ഇന്ന് ബിഷപ്പ് നോബലിനെ കുറച്ച് കാര്യങ്ങൾ I want to tell. I already ഞാൻ ഇത് സന്ദീപിനെ പേഴ്സണലി വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Because ബിഷപ്പ് നോബലിന്റെ കാര്യങ്ങളെല്ലാം whatever he have done in his life, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ബിഷപ്പിന് അറിയാം നന്നായിട്ട്. whatever he have done അതൊക്കെ പുറത്തോട്ട് ഇപ്പൊ വരും. 1 by 1 പുറത്തോട്ട് വരും. ഓക്കെ, അതിനുള്ള എല്ലാ ഇൻഫർമേഷൻസും മെസ്സേജസും എല്ലാ ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയി. ബിഷപ്പിനെ കുറിച്ച് പണ്ട് മുതലേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കും അറിയാമായിരുന്നു മുത്തേ. ഉള്ള കാര്യം തുറന്നു പറയാലോ. പക്ഷെ നമ്മൾ ആ ഒരു വഴിയിലോട്ട് പോവാതെ നമ്മളൊരു മൂലയ്ക്ക് കൂടെ നമ്മുടെ കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം. നിങ്ങൾ എത്ര വഴി തിരിച്ച് ഈ ഒരു കോണ്ടന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാലും ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇത് വഷളായി കഴിഞ്ഞാൽ പെട്ടുപോകുന്നത് ആ ചെക്കൻ തന്നെ ആയിരിക്കും. ഉള്ള കാര്യം പറയാലോ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ പെട്ടുപോകുന്ന ആ ചെക്കൻ തന്നെ ആയിരിക്കും. നിങ്ങൾ അവനെ ഊരാക്കുരുക്കി കൊണ്ടുവരുവാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉള്ളത് തുറന്നു പറഞ്ഞാലും ബിഷപ്പിന്റെ കാര്യം വീട് 4-5 മാസം മുമ്പ് ഈ ബിഷപ്പിനെ മോശമായിട്ട് സംസാരിച്ച ഒറ്റൊരു വ്യക്തി ഞാനായിരുന്നു.
അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചതും ഈ അവിടെയും ഈ വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ആ ഒരു രീതി അർത്ഥം വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിച്ചത്. ഇപ്പൊ കണ്ടില്ലേ, എല്ലാവരും അത് എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛനെ കുറ്റം പറയുന്നുണ്ട്. ഞാൻ 4 മാസം മുമ്പ് പറഞ്ഞ കേസ് കെട്ടുകളാണ് അതൊക്കെ. ഓക്കെ ഓക്കെ, അതൊന്നും അല്ല ഇവിടുത്തെ മാറ്റർ. നിങ്ങളിപ്പം എന്ത് കൊണ്ടുവന്നാലും രേണുവിനെ കുറിച്ച് അയാൾ എന്തൊക്കെ വൃത്തിയോട് പറഞ്ഞാലും ഓക്കെ, നമുക്കിതെല്ലാം അറിയാവുന്ന കേസ് കേട്ടോ. നമ്മളെ 2025 മാർച്ച് മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയ സംഭവങ്ങളാണ്. എനിക്ക് തോന്നുന്ന ആ സമയത്താണ് അച്ഛന ഒരു യൂട്യൂബറിനെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത്. നമുക്കിതൊക്കെ അറിയാം. അച്ഛന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുള്ള കാര്യങ്ങൾ ഈ പറയുന്ന രേണുവിന്റെ ഫാമിലിക്ക് അറിയാം, നമുക്കറിയാം. അച്ഛന ഈ ഒരു ലോഹി ഇട്ടുകൊണ്ട് ഈ പറയുന്ന കൂട്ടി ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പുള്ളി എന്തോ വൈരാഗ്യം വെച്ച് ചെയ്യുന്ന പോലെ ആയിട്ട് തോന്നി. പക്ഷെ പുള്ളിയെ വെച്ച് മുതലാക്കി കുറെ ആൾക്കാരുണ്ട്, അച്ഛനെ വാഴ്ത്തിപ്പാടിയ ആൾക്കാരുണ്ട്, അച്ഛന്റെ വസ്തു ഏറ്റെടുക്കാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അച്ഛന് വേണമെങ്കിൽ ഒരു ജീവിതം കൊടുക്കാ. വേണ്ട വേണ്ട വേണ്ട, അതിലോട്ട് ഞാനൊന്നും പോകുന്നില്ല. അതിലോട്ടൊന്നും ഞാനൊന്നും പോകുന്നൊന്നുമില്ല. അങ്ങനെ പല പല കേസ് കെട്ടുകൾ, പല രീതി അച്ഛൻ്റെ കൂടെ ഒട്ടി നിൽക്കാന്ന് പറഞ്ഞ ടീംസുകളൊക്കെ ഉണ്ട്. ആ വ്യക്തിയുടെ ഇന്ന് പുള്ളി നൈസായിട്ടൊന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്നേ അച്ഛനോട് പറയാറുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള രീതി. ഇപ്പം അനുഭവിക്ക്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുപോലുള്ള കുറെ കഥകളും കാര്യങ്ങളൊക്കെ വരും. ഇനി എന്തൊക്കെ കഥകളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സന്ദീപിന് പോലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് എല്ലാ പ്രൂഫുകളും വന്നു ചേരുക. അത് ബിഷപ്പിന് നേരെയുള്ളതാണ്. ബിക്കോസ് ദാറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടുവേർഡ്സ് ബിഷപ്പ്. ഒരു പ്രാവശ്യം സോൾ ചൂസ് ചെയ്തതിനാൽ ആ ആള്, ദ പേഴ്സൺ ഹൂസ് ലിവിംഗ് ഇൻ ദിസ് വേൾഡ്, അവര് വെറുതെ രക്ഷപ്പെടില്ല. സോ ബിഷപ്പ് നോബലിനെ ശ്രുതി ചൂസൺ ചെയ്ത് കഴിഞ്ഞു. സോ എന്താണ് ബിഷപ്പ് എന്നുള്ളത് എല്ലാവരും ഇപ്പം അറിയും. അടുത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട്. റേണുവിന്റെ മാനേജർ കരീഷ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേണുവിന് ഇപ്പം ഈ കാര്യങ്ങള് ഇതുപോലത്തെ ഒരു ഡിസീസ്, പെട്ടെന്ന് അസുഖം വരാനും ഇതുപോലെ ബെഡിലൊക്കെ ആയതും സോളാണ്. ബിക്കോസ് റേണു ചെയ്ത കാര്യങ്ങൾ സോള് ഹാപ്പി ആയിരുന്നില്ല. ദാറ്റ് ഇസ് എ തിങ്. ദ അതർ തിങ്, റേണു കിച്ചുവിന്റെ ചേച്ചി ഒരു ഡൗട്ട്, ആ കലാഭവൻ മണി എങ്ങനെയാണ് മരിച്ചതെന്നൊന്ന് അറിയാവോ? എനിക്കൊരു ആഗ്രഹം കൊണ്ടോട്ട് ഞാൻ ചോദിക്കുകയാണ്. പുള്ളിക്കാരൻ എങ്ങനെയാണ് മരിച്ചത്, ഏത് രീതിയിലാണ്? ഈ ചില പടത്തിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ കൂട്ടുകാർക്ക് എന്തോ വിഷയങ്ങളോ കാര്യങ്ങളോ കൂട്ടുകാരെ കണ്ട് കുറപ്പെടുത്താൻ ശ്രമിച്ചെന്നൊക്കെ. അതൊന്ന് തെളിയിച്ചു തരാമോ? സംഭവം ഒന്ന് തെളിയിച്ചു തന്നായിരുന്നെങ്കിൽ എനിക്കൊരു ഭയങ്കര ഹെൽപ്പായനെ. അങ്ങനെ പല കേസ് കെട്ടുകളും ഉണ്ട്, 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു അമ്മൂമ്മ ഒരുത്തന ഇന്ന പോലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അയാളുടെ കൂടെ വേറെ വല്ല പ്രതികളുണ്ടോ അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് തന്നായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തരാം. പറ്റുവാണെങ്കിൽ എന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്തായിരുന്നെങ്കിൽ, ഈ ഒരു 2 കേസ് കേട്ടൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് പുള്ളി ഒന്ന് കാണേണ്ടയും കൂടെ ആവശ്യമുണ്ട്. അതിനും കൂടെ എന്തെങ്കിലും ഒരു മാർഗവും ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ വല്ല വരുവാണെങ്കിൽ ഇന്ന പോലെ ഡാനിയായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കാമോ? ഡാനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചേച്ചിക്ക് പ്രിപ്പയർ ചെയ്ത് തരാം. ചേച്ചി അത് സ്വപ്നത്തിൽ കൂടെ ചോദിച്ചാൽ മാത്രം മതി. ചോദിച്ചെല്ലാം കഴിഞ്ഞിട്ടെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയണം. എനിക്ക് കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഡേറ്റ് ഇഷ്യൂസും അതിൻ്റെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ. പിന്നെ ഒരു വീഡിയോക്കകത്ത് നേരത്തെ വീഡിയോയിൽ അങ്ങോട്ട് പറയാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന കള്ളക്കടത്ത് കാരണമാണ് ഈ പറയുന്ന രേണു സുധിക്ക് ഈ ക്യാൻസർ ഒക്കെ വന്നെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കള്ളും കഞ്ചാവൊക്കെ കടിച്ച് അവിടെ ഷാപ്പിലും കിടന്ന് അടിയുണ്ടാക്കി നടക്കുന്നവന്മാർക്കൊക്കെ എന്താണ് പിന്നെ വരേണ്ടത്? അവന്മാർക്കൊക്കെ എന്ത് വരേണ്ടതായിരുന്നു ഈശ്വര? അവരൊക്കെ ഇപ്പൊ പുണ്യാളന്മാരല്ലയോ? ശേഷം റേണുവിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അല്ലാതെ ഇനി റേണുവിന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സുധിയും റബിയും എല്ലാവരും ഒന്നിച്ചുണ്ട്. സോ സുധി ഹാപ്പിയാവും റീഫിനെ ഹെൽപ്പ് ചെയ്താൽ. ഓക്കെ, അത് റേണു എന്ത് ഹെൽപ്പാ ചെയ്യുന്ന വെച്ചാൽ റേണുവിനെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. റേണു അറിയേണ്ട ഒരു കാര്യമുണ്ട്. റേണുവിനെ ചൂസ് ചെയ്തതാണ് അവിടെ ദുബായിലെത്തി എല്ലാ കാര്യങ്ങളും അറിയാനും റിഫക്ക് വേണ്ടി സംസാരിക്കാനും. ദിസ് ഇസ് യുവർ ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി മറന്ന് ഇനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചാൽ അങ്ങനെ ഒരു ലൈഫ് റേണുവിനില്ല. ഓക്കെ റേണു, ഐ എം വെരി സോറി. ഓക്കെ റോഹി, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് ഈ പറഞ്ഞ രേണു സുധി. 4th സ്റ്റേജ് ആണ്. ആ രേണു സുധി എടുത്ത് വന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് ചെയ്യുമ്പോൾ നിന്റെയൊക്കെ മനസ്സെന്താണെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. നിനക്ക് രേണുവിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം. നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ഇത് പറ. നിനക്ക് നാണമുണ്ടോ?
ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. ഒരു നാണവും മാനവും ഉളുപ്പില്ലാതെ വന്നിട്ട് ഒരാൾ ഇന്നോ നാളെയൊന്നും പറഞ്ഞ് കിടക്കുമ്പോൾ ആ ഒരു വ്യക്തി എടുത്ത് വന്നിട്ട് ഇതുപോലുള്ള അപരാധം പറയുമ്പോൾ ഇവിടെ ഇപ്പോഴുള്ളവന്മാരെയൊക്കെ എന്ത് പറയണമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നു. ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നതിനോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. എടേ എന്തുവാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. എടാ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്ത് എല്ലാം നമ്മൾ കൊണ്ടുവന്ന് വലിച്ചു കയറി ഒരു മൂലയ്ക്കും ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 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 ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നിനക്കൊക്കെ ഒരു ഉളുപ്പ് മാനമൊന്നും ഇല്ലെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എടാ പോടേ, എവിടെയെങ്കിലും പോ, വല്ല കളഞ്ഞിട്ട് പോടേ. റേണുവിന്റെ അസുഖം എന്ന് പറയുന്ന ക്യാൻസർ, അത് വെരി സ്പ്രെഡബിൾ ആയിട്ടുള്ള ക്യാൻസർ ആണ് വന്നിട്ടുള്ളത്, അറിയാലോ. അത് സ്പ്രെഡ് ആവാതെ മെഡിക്കലി സേവ്ഡ് ആവണമെങ്കിൽ യു ഹാവ് ടു സ്പീക്ക് എവറി വാട്ട് യു നോ. അത് ഓൾറെഡി അത് സ്പ്രെഡായി കഴിഞ്ഞു. അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിനക്കൊരു മാങ്ങാത്തൊലിയും അറിയത്തില്ല, നിനക്കൊന്നും അറിയില്ല. നീ ഇവിടെ വന്നിട്ടിരുന്നിട്ട് എന്തൊക്കെയോ കിടന്ന് പിച്ചും പയ്യും പറയുന്ന കേട്ടെ. ഓക്കെ, ഇതൊക്കെ വന്ന് വിശ്വസിക്കാനും സത്യമാണെന്നും പറഞ്ഞിട്ട് നിന്റെ കമന്റ് ബോക്സിൽ കിടന്ന് നിറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് നിനക്കായിരിക്കും കർമ്മ അടിക്കാൻ പോകുന്നത്. ഉറപ്പാ മോളെ, നിനക്കടിച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ നീ വലിയ ഇതല്ലേ. ഈശ്വര, എൻ്റെ സുധി, ഞാൻ കാണുന്ന ആദ്യമായിട്ടൊരു നല്ല കാര്യം പറയുക, കൊണ്ടുപോകുമ്പോഴേ ഒന്ന് ചുറ്റിച്ചിട്ടൊന്ന് കൊണ്ടുപോകണം ഇതിനെ. ഞാൻ അത്ര പറയുന്നുള്ളൂ. സൗണ്ട് പോയോ? ഈശ്വര, ഇതെന്താ ഇത്? മറിമായം വല്ലോ ആയോ? ഇനി വല്ല പ്രേതം വല്ല ഇവിടെ വന്നോ? സൗണ്ടൊന്നും വരുന്നില്ല. ഓക്കെ, ഇതെന്താ? കൊള്ളാലോ. ഗൈസ്, റെക്കോർഡ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. സംതിങ് റോങ്. ജൂഹി, സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? ഓക്കെ, കണ്ടോ, വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരുടെ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ശ്രുതി വന്നതാണോ ഇനി ഇവിടെ വല്ല? ഹലോ, കണ്ടില്ലേ, ഇവരുടെ സംസാരം കേൾക്കുന്നില്ല. എൻ്റെ ഫോൺ അടിച്ചു പോയോ? ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ ഇതെടുത്തോണ്ട് പോവായിരിക്കും. ഡാനി സത്യന് വീഡിയോ ചെയ്യുന്നതിനിടയില്ല. ഓക്കെ, നമുക്കെന്തെല്ലാം നോക്കാം. നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ടൊന്നും കൂടെ നോക്കിയാലോ. എന്നാലും എൻ്റെ ജൂഹി, നമ്മുടെ സ്പീക്കർ ഒന്ന് ഓഫായതാ. ഇനി ജൂഹിയാണോ ശ്രുതിയാണോ ആരോ ഓഫ് ചെയ്തെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഓഫ് ചെയ്തു. എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കണ്ടു കാണുമ്പോൾ മനസ്സിലായി കാണും. ഇനി ചേച്ചി പറ. റേണുവിന് അറിയില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം, പക്ഷെ റേണു അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതിലുണ്ട് റിഫയിലോടെത്തുള്ള കാര്യങ്ങൾ. അത് ആ സോളിന് ആവശ്യമാണ്. ഈ റെഫ മഹനു കേസ് കേട്ടില്ല, കൂടുതലും ഇറിഫയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി ഒരാൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു, ഖാദർ കരിപ്പൊടി എന്ന് പറയുന്നത്. ഇന്ന് ഖാദർ കരിപ്പൊടിയുടെ കുറച്ച് വിഷയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കേസ് കേട്ടില്ല ഷഫീനയായിരുന്നു കൂടുതലും സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, ഷഫീനായിരുന്നു. ഓക്കെ, ഷഫീന പിന്നെ രേണുവായിട്ട് കണക്ട് ചെയ്യുന്നു. സംതിങ് റോങ്. ഇതിനാടി നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നീ അത് കറക്റ്റായിട്ട് നിരത്താൻ നോക്ക്. ഇത് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണല്ലോ ഈ കഥകളൊക്കെ പോകുന്നത്. ഓക്കെ, എന്തായാലും ചേച്ചി, എൻ്റെ ആഗ്രഹം പോലെ കലാമണിയുടെ കേസ് കേട്ട് നിങ്ങളുടെ അവിടെ ഒരു അമ്മൂമ്മ മരിച്ചുപോയ 2-3 കേസ് കേട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരണേ. അമ്മൂമ്മ എത്ര പേരാ കൊന്നെന്ന് നോക്കിയെന്ന് നമുക്കൊന്ന് അറിയണം. എനിക്ക് കരിഷ്മനെ അവരെയൊന്നും എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. സത്യത്തിൽ നീ ബുദ്ധിമുട്ടും കണ്ടോ, ഉറപ്പാണ്. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്പീക്കറാണ് മുമ്പ് ഓഫായത്. ഇനി ആരെങ്കിലും വന്ന് എൻ്റെ അടുത്തിരുന്ന് വല്ല ഓഫാക്കിയോന്നൊന്നും എനിക്കറിയത്തില്ല. സുധി ചേട്ടോ, ഞാനുണ്ട്. ഓക്കെ, എന്തായാലും ഉണ്ടെങ്കിൽ എനിക്കൊരു കാര്യം സുധി ചേട്ടൻ കൂടെ പറയാനുണ്ട്. നിങ്ങളുടെ വാവൂട്ടനാണ്, നിങ്ങളുടെ വാവൂട്ടൻ നിങ്ങളുടെ ഗതപ്പൻ്റെ അമ്മയാണ്. നിങ്ങളുടെ ഗതപ്പനെ കൂടുതലും വിഷമിക്കുന്നത് അമ്മയുടെ കാര്യം ഓർത്തിട്ടാണ്. അതുകൊണ്ട് മോൻ്റെ സൈഡ് എന്താണെന്ന് ഞാൻ പറയാൻ അറിയാമല്ലോ, അന്നത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, സ്നേഹം കൊണ്ട് പറയണം. ഇപ്പം അവർക്ക് സംരക്ഷണമാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. പയ്യൻ കാണിച്ച കാര്യങ്ങൾ ഞാൻ പറയാതെ അറിയാം, കൂടുതൽ ഞാനും ഒന്നും പറയുന്നില്ല. അതിലോട്ട് ഇനി കൊണ്ടുവന്നില്ല ഡ്രോമയിലോട്ട്. പ്രാർത്ഥിക്കാൻ പറ, രാത്രി ഇവരോട് സ്വപ്നം എത്തിച്ചാൽ അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബൈ, ലവ് യു ഓൾ.